ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പേജ് മേക്കറിലെ ഡിഫറെൻറ്റ് ടൂളുകളും ആ ടൂളുകളിൽ എങ്ങനെ കളേഴ്സ് ആഡ് ചെയ്യാം, എങ്ങനെ സ്ട്രോക്കിൻ്റെ കളർ മാറ്റാം, അതിലെങ്ങനെ കളർ ഫില്ല് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ലോക്കിംഗ് ആൻഡ് അൺലോക്കിംഗ് ഓപ്ഷൻസ്, ഗ്രൂപ്പിംഗ് ആൻഡ് അൺഗ്രൂപ്പിംഗ് ഓപ്ഷൻസ് എല്ലാമാണ് ശ്രദ്ധിച്ച് കാണുക. നമ്മളൊരു പേജ് മേക്കർ ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇതിൽ നമ്മൾ ആദ്യം തന്നെ ഒരു റെക്റ്റാങ്കിൾ ഫോം വരച്ചതിന് ശേഷം ഇവിടെ 3 ഓപ്ഷൻസ് ഉണ്ട്. സ്ട്രോക്ക് ഉണ്ട്, ഫില്ലുണ്ട്, ഫിൽ ആൻഡ് സ്ട്രോക്ക് ഉണ്ട്. സ്ട്രോക്കിന് മാത്രം കളർ കൊടുക്കാം, മൊത്തം കളർ ഫില്ല് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. സ്ട്രോക്കിനെ മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് സ്ട്രോക്കിൻ്റെ കളർ മാത്രം മാറ്റാം. അതുപോലെ തന്നെ ഫില്ല് ചെയ്യുന്ന കാര്യം മാത്രം ഒരേ കളർ കൊണ്ട് തന്നെ ഫില്ല് ചെയ്യണമെങ്കിൽ ആ കളർ കൊണ്ട് മാത്രം ഫില്ല് ചെയ്യാം. ഫില്ല് ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും സ്ട്രോക്ക് മാത്രം ഒരു കളറിൽ വരച്ചിട്ടും നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി ഇതേ ഓപ്ഷൻസ് തന്നെ ഇപ്പോൾ നമ്മൾ ഒരു സർക്കിളാണ് വരയ്ക്കുന്നതെങ്കിൽ ആ സർക്കിളിൻ്റെ ഉള്ളിൽ നമുക്കിതുപോലെ ഇതിപ്പോൾ നമ്മൾ സ്ട്രോക്കിന് മാത്രം കളർ കൊടുത്തുകൊണ്ട് ചെയ്യുന്നു. നമുക്ക് സ്ട്രോക്ക് ആൻഡ് ഫിൽ എന്ന് പറയുന്ന ഓപ്ഷനിലാണ് റെഡ് കൊടുത്തിരുന്നതെങ്കിൽ നമുക്ക് ആ രീതിയിൽ ചെയ്യാമായിരുന്നു. അതിപ്പോൾ പോളിഗൺ ടൂൾ ആണെങ്കിലും നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇനി ഇതിലുള്ള കൂടുതൽ ഓപ്ഷൻസ്, ഇതിലുള്ള ഓരോ ഓപ്ഷൻസിനെയും ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് പറയുന്നതിലും കുറച്ചും കൂടി ബെറ്റർ, അതായത് മെനുവിലെ ഓരോ മെനുവും ഓപ്പൺ ചെയ്ത് നിങ്ങളോട് പറയുന്നതിലും കുറച്ചും കൂടി ബെറ്റർ നമ്മൾ ഈ പറഞ്ഞ ഓപ്ഷൻസ് ഉള്ള 1-2 മെനൂസ് മാത്രം നോക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ആ ഒരു മെനുവിനെ മാത്രം, എലിമെൻറ്റ് മെനു എന്ന് പറയും, ആ ഒരു മെനുവിനെ മാത്രം ആദ്യം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, അത് പഠിക്കാനായി നമുക്ക് ആദ്യം നമ്മുടെ ഈ എലിപ്റ്റിക്കൽ ഒരു പിക്ചറിനെ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ ഡിലീറ്റ് ചെയ്യാണ്. എന്നിട്ട് സെലക്ട് ടൂൾ ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ റെക്റ്റാങ്കിളിനെ മാത്രം സെലക്ട് ചെയ്തിരിക്കുകയാണ്. എലിമെൻറ്റിൽ നമ്മൾ ഈ പറഞ്ഞ ഫിൽ, സ്ട്രോക്ക്, ഫിൽ ആൻഡ് സ്ട്രോക്ക് എന്ന് പറയുന്ന 3 ഓപ്ഷൻസ് ഉണ്ട്. ഫിൽ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു കളറാണ് ഇവിടെ ഫില്ല് ചെയ്തിരിക്കുന്നത്. കളറല്ലാതെ ഇതിൽ കൊടുത്തിരിക്കുന്ന രീതിയിൽ ഫില്ല് ചെയ്യണമെങ്കിൽ ആ കളറിൽ ഇങ്ങനെയുള്ള വരകൾ ഇട്ടിട്ടാണ് ഇത് ഫില്ലാകുന്നത്. അതുപോലെ തന്നെ എലിമെൻറ്റിൽ അടുത്തതാണ് സ്ട്രോക്ക്. സ്ട്രോക്ക് എന്ന് പറയുന്നതിൻ്റെ സൈസ്, കനം കൂട്ടുന്നത് എങ്ങനെയാണ്, അത് ഇവിടെയാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. നമുക്കത് ഏത് കളറിൽ വേണമെങ്കിലും ഇതുപോലെ മാറ്റാൻ സാധിക്കും. മൂന്നാമതൊരു കാര്യം ഫിൽ ആൻഡ് സ്ട്രോക്കാണ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള കളറിൽ നമുക്ക് ഫില്ല് ചെയ്യാൻ പറയാം. അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള കളറിൽ തന്നെ അതിന് ഒരു പുറത്ത് ഒരു ഔട്ടറിൽ ഒരു സ്ട്രോക്ക് കൊണ്ട് വരയ്ക്കുന്ന രീതിയിലും വ്യത്യാസപ്പെടുത്തി ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഫില്ല് ചെയ്തിട്ട് മെജന്ത കളറിലുള്ളിൽ ഫില്ല് ചെയ്യാനും യെല്ലോ കളറിൽ ഇത്രയും തിക്നെസ്സിൽ പുറത്തിൽ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കത് രണ്ടും കണ്ടാൽ സ്ക്രീനിൽ വ്യത്യാസം മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഓക്കെ പറഞ്ഞു നോക്കാം. കണ്ടോ? അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കളർ പാലറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്കത് എലിമെൻറ്റ് മെനുവിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഫ്രെയിമും അറേഞ്ചും കാര്യങ്ങളും നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ റെക്റ്റാങ്കുലറിനെ സംബന്ധിക്കുന്ന മറ്റൊരു കാര്യമാണ് റൗണ്ടഡ് കോർണേഴ്സ്. റൗണ്ടഡ് കോർണേഴ്സ് എന്ന് പറയുമ്പോൾ പല അഡ്വർടൈസ്മെന്റ്സിലും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. റെക്റ്റാങ്കുലറിന്റെ ഈ എഡ്ജസ് ഒരു സർക്കിൾ ഷേപ്പിൽ ഇങ്ങനെ കോർണർ ടൈപ്പിലേക്ക് വളഞ്ഞു പോയിട്ട് അതെങ്ങനെ ചെയ്യാന്നാണ് നമ്മൾ നോക്കുന്നത്. ഇതുപോലെ തന്നെ റെക്റ്റാങ്കുലറിനെ സെലക്ട് ചെയ്തതിന് ശേഷം റൗണ്ടഡ് കോർണർ കൊടുത്ത് എത്രമാത്രം കർവ്ഡ് ആയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അത്രമാത്രം കർവ്ഡ് ആക്കി അതിനെ മാറ്റുക. അത് കുറച്ചും കൂടി ഇങ്ങനെ കണ്ടാലും നിങ്ങൾക്കത് മനസ്സിലാകും. ഇപ്പോൾ ക്ലിയർ ആയി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. കുറച്ചുകൂടി കർവ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് ചെയ്യേണ്ടതെങ്കിൽ അത് കുറച്ചുകൂടി കർവ്ഡ് ആക്കി നമുക്ക് മാറ്റാൻ സാധിക്കും. നമ്മളുടെ റെക്റ്റാങ്കുലറിൽ ചെയ്ത അതേ കാര്യം തന്നെ നമ്മളൊരു സർക്കിൾ വരച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ ചെയ്യണമെങ്കിലും നമുക്കിതുപോലെ എലിമെൻറ്റിൽ നിന്ന് ഫിൽ ആൻഡ് സ്ട്രോക്ക് എന്ന് പറയുന്ന ഒരുമിച്ചുള്ള ഓപ്ഷൻ എടുക്കുകയും അതിൽ നിന്ന് കളർ നമുക്ക് ഇഷ്ടമുള്ള ഒരു കളർ സെലക്ട് ചെയ്തു. അതുപോലെ ഫിൽ ചെയ്യേണ്ടത് ഏത് രീതിയിലാണ് ഫിൽ ചെയ്യേണ്ടതെങ്കിൽ ആ രീതിയിൽ സെലക്ട് ചെയ്തു. അതുപോലെ നമ്മൾ ഇതിൻ്റെ സൈസും ഇവിടെ തീരുമാനിച്ചു. ഏത് കളറിലാണ്, ഇവിടെ ബ്ലൂ പറഞ്ഞതുകൊണ്ടാണ് ഇവിടെ ഒരു മെജന്ത കളറാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഏത് രീതിയിലാണ് ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിലുള്ള ഒരു സർക്കിൾ നമുക്ക് വരയ്ക്കാൻ സാധിക്കും. ഓക്കെ, ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമ്മൾ ഈ പോളിഗൺ എന്ന് പറയുന്ന ടൂളാണ് എടുത്ത് വരയ്ക്കുന്നത്. ഒരു പോളിഗൺ ആണ് നമ്മളിപ്പോൾ വരച്ചിരിക്കുന്നത്.
പോളിഗണിന് നമ്മൾ ഉള്ളിൽ ഇതിന്റെ സ്ട്രോക്ക് എന്ന് പറയുന്നത് ഒരു റെഡ് കളറിൽ സ്ട്രോക്ക് ആക്കിയിട്ടുണ്ട്. സ്ട്രോക്കിന്റെ സൈസ് കൂട്ടണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് സ്ട്രോക്കിന്റെ സൈസ് കുറച്ച് നമ്മൾ കൂട്ടി കൊടുത്തിട്ടുണ്ട് മനസ്സിലാക്കാൻ കാണാൻ വേണ്ടി. അതിനുശേഷം ഇവിടെ പോളിഗൺ സെറ്റിംഗ്സ്, എലിമെന്റിൽ തന്നെയുള്ള എല്ലാ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. പോളിഗൺ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ചെന്നാൽ നമുക്ക് ഇവിടെ എത്ര സൈഡ് വേണം പോളിഗണിന് എന്ന് ചോദിക്കുന്നുണ്ട്. സൈഡ് കൂട്ടുന്തോറും അതിന്റെ ഷേപ്പിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സ്റ്റാർ ഇൻസെറ്റ്, എന്തുമാത്രം സ്റ്റാർ ഷേപ്പിലേക്ക് അതിനെ മാറ്റണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സ്റ്റാർ ഷേപ്പിലേക്ക് അതിനെ മാറ്റി കഴിഞ്ഞാൽ നമ്മളുടെ പോളിഗൺ ഇതുപോലെ ഒരു സ്റ്റാർ എന്ന് പറയുന്ന ഷേപ്പിലേക്ക് മാറ്റി നമുക്ക് കിട്ടുന്നതാണ്. ഇനി നമ്മൾ ഇതിൽ ഇപ്പം നമ്മളൊരു പോളിഗൺ വരച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് ഇങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ നമ്മൾ എസ്കേപ്പ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് നമ്മളൊരു ഏത് ടൂളാണോ സെലക്റ്റഡ് ആക്കി വെച്ചിരിക്കുന്നത് ആ ടൂളിനെ ബേസ് ചെയ്തിട്ടുള്ള ഷേപ്പുകളിലേക്ക് നമ്മുടെ കഴ്സർ നീങ്ങും നമ്മൾ ആ ടൂൾ കയ്യിൽ പിടിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരികയാണെങ്കിൽ നമ്മൾ എസ്കേപ്പ് ബട്ടൺ പ്രസ് ചെയ്താൽ മതി. ഇനി അടുത്തത് പറയുന്നത് ഇപ്പം നമ്മൾ ഒരു റെക്റ്റാങ്കിൾ വരച്ചു, അതിൻ്റെ ഉള്ളിലൊരു സർക്കിൾ വരച്ചു, അതിൻ്റെ ഉള്ളൊരു പോളിഗൺ ടൂൾ എടുത്തൊരു സംഭവം വരച്ചു. അതിനുശേഷം പോളിഗൺ സെറ്റിങ്സ് എടുത്ത് അതിനെ ഒരു സ്റ്റാർ ആക്കി മാറ്റി. ഓക്കെ, എന്നിട്ട് നമ്മൾ ഓരോന്നിനെയും സെലക്ട് ചെയ്ത് അതിന് ഒരു കളർ കൊടുക്കുകയാണ്. മൂന്ന് കളറിൽ നമ്മളിപ്പോൾ 3 സംഭവങ്ങൾ വരച്ചു കഴിഞ്ഞു. ഓക്കെ, ഇതിൽ തന്നെ ഇപ്പോൾ നമ്മൾ ഈ വരച്ചതിന് പകരം നമ്മൾ ആദ്യം ഇതിൻ്റെ പുറത്തുകൂടി ഒരു റെക്റ്റാങ്കുലറോ അല്ലെങ്കിൽ ഒരു സർക്കുലറോ വരച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അതിനൊരു കളർ കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് പോയി, നമുക്കൊന്നും കാണാനില്ല. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്കിവിടെ അറേഞ്ച് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉപയോഗിക്കാം. അപ്പോൾ നമ്മളത് സെൻഡ് ബാക്ക്വേർഡ് എന്ന് ഓരോന്നും പറയുന്നതിനനുസരിച്ച് ഓരോന്നും സെൻഡ് പോയിക്കൊണ്ടിരിക്കും. അതല്ലെങ്കിൽ സെൻഡ് ടു ബാക്ക് എന്ന് ഒറ്റയടിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒറ്റയടിക്ക് ബാക്കിലേക്ക് നമ്മൾ ഏറ്റവും അവസാനം വരച്ചിട്ടുള്ള റെക്റ്റാങ്കുലർ ഒറ്റയടിക്ക് ബാക്കിലേക്ക് പോകുന്ന കാണാം. അങ്ങനെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ 4 ഓപ്ഷൻസ് പറഞ്ഞിരിക്കുന്നത്. ഇത് തിയറി പഠിക്കുമ്പോൾ നിങ്ങളോട് സ്റ്റാക്കിംഗ് ഓർഡർ എന്താണ് എന്നൊരു ചോദ്യം സാധാരണ ചോദിച്ച് കാണാറുണ്ട്. സ്റ്റാക്കിംഗ് ഓർഡർ എന്ന് പറഞ്ഞ ഒരു പേരിലാണ് ഈ അറേഞ്ച് ചെയ്യപ്പെടുന്ന ഈ ബ്രിങ് ടു ഫ്രണ്ട്, ബ്രിങ് ഫോർവേഡ്, സെൻഡ് ബാക്ക്വേർഡ്, സെൻഡ് ടു ബാക്ക്, ഈ 4 കാര്യങ്ങൾ പഠിച്ചു വെക്കുക. ഈ 4 കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ വരച്ചിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രെയിമിലുള്ള ഓരോ എലിമെന്റ്സിനെയും മുന്നോട്ടും പിന്നോട്ടും നീക്കുന്നതിനെയാണ് സ്റ്റാക്കിംഗ് ഓർഡർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ വരച്ചിട്ടുള്ള ഈ എല്ലാ ഇമേജിനെയും നമുക്ക് ഇങ്ങനെ ഒറ്റയടിക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യം ഓരോന്നിനെയും സെലക്ട് ചെയ്തുകൊണ്ട് ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ സെലക്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ ഈ ഇമേജുകൾ മാത്രമുള്ള സ്ഥിതിക്ക് എഡിറ്റിൽ നിന്ന് സെലക്ട് ഓൾ, ഇങ്ങനെ ഏത് ഓപ്ഷൻ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. എനിവേ നമ്മൾ ഇതിനെ എല്ലാത്തിനെയും സെലക്ട് ചെയ്യണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എല്ലാത്തിനെയും സെലക്ട് ചെയ്തതിന് ശേഷം എലിമെന്റിൽ നിന്ന് തന്നെ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുത്താൽ നമ്മൾ ഇതെല്ലാം നമുക്ക് ഒറ്റ ഗ്രൂപ്പാക്കി കിട്ടും. ഇതിലെ എലിമെന്റിൽ നിന്ന് ഞാൻ ഇതിനെ അൺഗ്രൂപ്പ് ചെയ്യുകയാണ്. ഇതിൻ്റെ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാനാണ്. നമ്മൾ സെലക്ട് ചെയ്യുന്ന സംഭവം മാത്രം ഓരോന്നായിട്ടാണ് ഇപ്പോൾ നീങ്ങുന്നത്. ഓരോന്നിനെയും സെലക്ട് ചെയ്ത് നീക്കിയാൽ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ പറഞ്ഞതുപോലെ സെലക്ട് ഓൾ അല്ലെങ്കിൽ കൺട്രോൾ എ ഉപയോഗിച്ചോ ഷിഫ്റ്റ് ഉപയോഗിച്ചോ എല്ലാ ഇമേജുകളെയും ഒരുമിച്ച് സെലക്ട് ചെയ്തതിന് ശേഷം എലിമെന്റ് മെനുവിൽ നിന്ന് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത് അങ്ങനെ തന്നെ ഒരു ഗ്രൂപ്പായി മാറി. ഇനി ഇതിനെ മൂവ് ചെയ്യിക്കുമ്പോൾ ഇത് ഒരുമിച്ചേ മൂവ് ചെയ്യുള്ളൂ. ഇതിന്റെ സൈസ് നിങ്ങൾക്ക് ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കാം, വലുതാക്കണമെങ്കിൽ വലുതാക്കാം, അത് നമ്മളുടെ താല്പര്യമാണ്. നമ്മൾ ഇതിന് ഇതുപോലെ ഒരു എംബ്ലം പോലെ ഇങ്ങനെ എന്തെങ്കിലും വരച്ച് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എലിമെന്റ് മെനുവിൽ ചെന്നുകൊണ്ട് അതിനെ ലോക്ക് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പൊസിഷൻ അവിടെ ലോക്കായി, പിന്നെ ആ പൊസിഷനിൽ നിന്ന് അത് മാറില്ല. അപ്പോൾ നമ്മളൊരു ലെറ്റർ ഒക്കെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു
അതിൻ്റെ ലോഗോ എന്ന് പറയുന്ന എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്ത് അത് ആ ഒരു പൊസിഷനിൽ വെച്ചുകൊണ്ട് ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള സ്ഥലത്ത് നമുക്ക് ടൈപ്പ് ചെയ്യുകയും ചെയ്യാം. ഈ ഒരു പൊസിഷനിൽ നിന്ന് ആ എംബ്ലം മാറുകയും ഇല്ല. ആ ഒരു ആവശ്യത്തിനാണ് നമ്മൾ ഗ്രൂപ്പ് അൺഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് നമ്മളിപ്പോൾ ഈ ചെയ്തിട്ടുള്ള കാര്യം നമുക്ക് വേണമെങ്കിൽ അൺലോക്ക് ചെയ്തുകൊണ്ട് മാറ്റാം. അതുപോലെ തന്നെ അൺഗ്രൂപ്പ് ചെയ്തുകൊണ്ട് ആ ഒരു കാര്യവും നമുക്ക് മാറ്റാം. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇത് ഓരോന്നും ഡിഫറെൻറ്റ് ഇപ്പോൾ സെലക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം, ഡിഫറെൻറ്റ് സെലക്ഷൻസ് കാണുന്നുണ്ട്. ഗ്രൂപ്പ് ചെയ്യുമ്പോൾ ഒരൊറ്റ സെലക്ഷൻ മാത്രമേ കാണുന്നുള്ളൂ. ഇതിനെയാണ് നമ്മൾ ഗ്രൂപ്പിംഗ്, അൺഗ്രൂപ്പിംഗ്, ലോക്കിംഗ്, അൺലോക്കിംഗ് എന്ന് പറയുന്ന 4 വാക്കുകൾ കൊണ്ട് 4 ഓപ്ഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ എലിമെന്റ് മെനുവിലെ മാസ്ക് ആൻഡ് അൺമാസ്ക് എന്ന് പറയുന്ന 2 ഓപ്ഷൻസ് ആണ് പറയാൻ പോകുന്നത്. മാസ്ക് ഇതുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇമേജ് ആണ് നിങ്ങൾക്ക് മുൻപിൽ ഇപ്പോൾ കാണുന്നത്. ഇത് ചെയ്യുന്നതിനായി ഞാൻ എലിപ്സ് ടൂള് സെലക്ട് ചെയ്തുകൊണ്ട് ഒരു എലിപ്സിൻ്റെ അടയാളം വരയ്ക്കുന്നു. അതോടൊപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ ആദ്യം വരച്ചിട്ടുള്ള ഈ 2 കാര്യങ്ങളെ ഒന്ന് സെലക്ട് ചെയ്തുകൊണ്ട് അതിനെ എലിമെൻറ്റിൽ നിന്ന് ഗ്രൂപ്പ് ചെയ്തുകൊണ്ട് ഒന്നിങ്ങോട്ട് നീക്കി വയ്ക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ചെയ്യുന്ന വിൻഡോ കുറച്ചുകൂടി ഭംഗിയിൽ കാണുന്നതിന് വേണ്ടിയാണ്. ഇപ്പോൾ ഞാൻ എലിപ്സ് ടൂൾ ഉപയോഗിച്ച് മാസ്കിങ് ചെയ്യുന്നതിൻ്റെ ആദ്യം മുന്നോടിയായി ഞാൻ ഒരു എലിപ്സ് വരച്ചു. നിങ്ങൾക്ക് എലിപ്സോ പോളിഗണോ ഏത് രീതിയിലുള്ള സ്റ്റാറോ എന്ത് വേണമെങ്കിൽ വരയ്ക്കാം. ഒരു എലിപ്സ് ആണ് വരച്ചിരിക്കുന്നത്. അതിനുശേഷം ഫയലിൽ നിന്ന് പ്ലേസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ഭംഗിയുള്ള ഏതെങ്കിലും ഒരു ഫോട്ടോ നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഫോട്ടോ ആണ് ഞാനിവിടെ പ്ലേസ് ചെയ്യുന്നത്. ഒരു ഇമേജിനെ ഞാനിവിടെ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇതിന് ശേഷം ഈ എലിപ്സിനെയും ഈ ഇമേജിനെയും രണ്ടിനെയും സെലക്ട് ചെയ്തതിന് ശേഷം എലിമെന്റ് മെനുവിൽ നിന്ന് തന്നെ മാസ്ക് എന്ന് പറയുന്ന ഒരു അടയാളം പറയുക. അതിനുശേഷം നമ്മൾ ഈ എലിപ്സിനെ ഇതിൻ്റെ മുകളിലേക്ക് ഈ ഇമേജ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്നിട്ടാൽ ആ എലിപ്സിൻ്റെ അടയാളത്തിൽ അല്ലെങ്കിൽ ആ എലിപ്സിൻ്റെ ഷേപ്പിൽ നമ്മുടെ ഇമേജിനെ മാസ്ക് ചെയ്തു തരും. അതിന് പുറത്ത് നിൽക്കുന്ന ഭാഗത്തെ കാണില്ല. ആ എങ്ങനെയാണോ നമ്മൾ വരച്ചിരിക്കുന്നത്, ഇപ്പോൾ നമ്മൾ സ്റ്റാർ ആണ് വരച്ചിരിക്കുന്നതെങ്കിൽ ആ സ്റ്റാറിൻ്റെ ഷേപ്പിലാണ് നിങ്ങൾ ഇൻസേർട്ട് ചെയ്ത ഇമേജിനെ കാണുന്നത്. ഓക്കെ, ഇതിനെ നമുക്ക് നേരത്തെ നമ്മൾ ഇവിടെ വെൽക്കമിനെ ചെയ്തതുപോലെ ഇതിൻ്റെ മുകളിൽ നമുക്ക് ടെക്സ്റ്റ് ഉപയോഗിച്ച് നമുക്ക് ടൈപ്പ് ചെയ്യാം. നമ്മൾ ഇതുപോലെ ഇത് വെൽക്കം എന്ന് ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം അതിൻ്റെ ഫോണ്ട് സൈസ് കൂട്ടുന്നു. ഫോണ്ട് സൈസ് കൂട്ടിയതിന് ശേഷം നമ്മൾ അതിന് സെലക്ട് ടൂൾ ഉപയോഗിച്ച് ഡ്രാഗ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നു. സൈസിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് അവിടെ നിന്ന് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്കിതിൻ്റെ കളർ മാറ്റണമെങ്കിൽ മാറ്റാം. കളർ മാറ്റിയതിന് ശേഷം നമുക്ക് വീണ്ടും നമ്മളുടെ സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ വീണ്ടും സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് ഈ ഒരു ഭാഗത്തെ മാത്രം സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് എലിമെന്റ് മെനുവിൽ നിന്ന് ഗ്രൂപ്പ് ചെയ്യാം. ഗ്രൂപ്പ് ചെയ്ത ഇതൊരൊറ്റ ഇമേജായി മാറി. പിന്നെ നമ്മൾ എവിടെയാണോ അത് കൊണ്ടുവയ്ക്കേണ്ടത് ആ സ്ഥലത്തേക്ക് നമുക്ക് അതിനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്ന് വെക്കാവുന്നതാണ്. നമുക്ക് ആദ്യം ഇതിനെ ഗ്രൂപ്പ് ചെയ്യാം. അൺഗ്രൂപ്പ് ചെയ്യണമെങ്കിൽ അൺഗ്രൂപ്പ് ചെയ്യാം. ഇത് നമ്മൾ ഇതുപോലെ ഗ്രൂപ്പ് ചെയ്തിട്ടുള്ള ഒരു ഇമേജാണ്. ഇതിനെ നമുക്ക് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്ന് വയ്ക്കാം. അതുപോലെ തന്നെ ഈ ഇമേജിനെയും നമുക്ക് ഡ്രാഗ് ചെയ്ത് വെക്കാൻ സാധിക്കും. ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് വൺസ് നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ ഇതിനെ അൺമാസ്ക് ചെയ്യേണ്ട ഒരു ആവശ്യമോ ഇതിലെന്തെങ്കിലും എഡിറ്റിങ്ങോ ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ അൺമാസ്ക് ചെയ്യാവുന്നതാണ്. അതിനും നമുക്ക് ഇതുപോലെ സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് ഇതിനെ മൊത്തത്തിൽ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ചാണ് സെലക്ഷൻ വന്നിരിക്കുന്നത്. എലിമെന്റിൽ പോയിട്ട് നമ്മൾ ആദ്യം അതിനെ ഗ്രൂപ്പ് പറഞ്ഞുകൊണ്ട് ഇതൊരൊറ്റ അടയാളമാക്കി മാറ്റിയിട്ടാണ് നമ്മൾ ഇതിനെ മൂവ് ചെയ്യിപ്പിക്കുന്നത്. അതിൻ്റെ ഒരു പൊസിഷൻ ലോക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു പൊസിഷൻ ലോക്ക് ചെയ്യാൻ സാധിക്കും. ഈ ഒരു പൊസിഷനിൽ വെച്ചുകൊണ്ട് എലിമെന്റിൽ പോയിട്ട് ലോക്ക് പൊസിഷൻ പറഞ്ഞാൽ പിന്നെ അത് നീങ്ങില്ല. അവിടെ ഒരു ലോക്കിൻ്റെ അടയാളമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യം കഴിഞ്ഞാൽ നമുക്കതിനെ സെലക്ട് ചെയ്തുകൊണ്ട് അൺഗ്രൂപ്പ് പറയാം, അതുപോലെ അൺമാസ്കും പറയാം. അപ്പോൾ കണ്ടോ, ശരിക്കും ഈ ഇമേജിൻ്റെ സൈസ് ഇത്ര ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ ഈ ഒരു സർക്കിളിൻ്റെ അത്രയും സൈസിൽ
അതിനെ മാറ്റി വെച്ചത്. ഈ അടയാളത്തെ നമ്മൾ ഈ ഒരു നമ്മളുടെ എലിപ്റ്റിക്കൽ ടൂളിൻ്റെ അടയാളത്തിലേക്ക് നമ്മൾ ഇതിനെ കൊണ്ടുവന്ന് മാറ്റിയതാണ്. നമുക്ക് വേണ്ട ഇമേജിനെയും അതുപോലെ നമുക്ക് വേണ്ട ഫ്രെയിമിനെയും രണ്ടിനെയും സെലക്ട് ചെയ്തതിന് ശേഷം വേണം നമ്മൾ മാസ്ക് പറയാൻ. അപ്പോഴാണ് നമ്മൾ ആ ഒരു അടയാളത്തിലേക്ക് അത് മാസ്ക് ആവുകയുള്ളൂ. ഓക്കെ, അതിനുശേഷം നമുക്ക് സെലക്ട് ചെയ്ത എല്ലാത്തിനെയും കൂടി ഒരുമിച്ച് ഗ്രൂപ്പിങ്ങും പറയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്തപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വെൽക്കം എന്ന് പറയുന്നത് അവിടെ കിടക്കുന്നുണ്ട്. നമ്മൾ വെൽക്കമിനെ നേരത്തെ സെലക്ട് ചെയ്തിട്ടുണ്ടായില്ല, അതുകൊണ്ടാണ് വെൽക്കം എന്ന് പറയുന്നത് നമുക്ക് മിസ്സായി പോയത്. നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ വെൽക്കത്തിന് ഇങ്ങോട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, വെൽക്കം കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, അറേഞ്ചിൽ പോയിട്ട് ബ്രിങ് ടു ഫ്രണ്ട് പറയാം. അപ്പോൾ നമുക്കിതിനെ മുന്നിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. അതിനുശേഷം എല്ലാത്തിനെയും ഒരുമിച്ച് സെലക്ട് ചെയ്യാം. ഇപ്പോൾ എല്ലാം ഒരുമിച്ച് സെലക്റ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരുമിച്ച് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ പറയാം. പിന്നെ അത് ഒരുമിച്ചാണ് മൂവ് ചെയ്യുള്ളൂ. അപ്പോൾ ഗ്രൂപ്പിംഗ്, അൺഗ്രൂപ്പിംഗ്, ലോക്കിംഗ്, അൺലോക്കിംഗ്, മാസ്കിംഗ് എന്ന് പറയുന്ന അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, നമ്മളിപ്പോൾ പേജ് മേക്കറിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം തന്നെ ഒരുവിധം കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പേജ് മേക്കറിൽ പ്രധാനമായി നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മളുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ടൂൾ ബോക്സ് ആണ്. ടൂൾ ബോക്സിനുള്ള ഓരോ ടൂൾ എടുക്കുക. ആ ടൂൾ കൊണ്ടുള്ള ഡിഫറെൻറ്റ് യൂസസ് ആണ് നമ്മളിപ്പോൾ കണ്ടത്. ഞാൻ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്, പേജ് മേക്കർ എന്ന് പറയുന്നത് ഒരു ഡെസ്ക് ടോപ്പ് പബ്ലിഷിങ്ങിന്, അതായത് ഇപ്പോൾ കുറേ അധികം പേജുകളുള്ള ഒരു പുസ്തകമൊക്കെ പ്രിന്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ശരിക്കും. പക്ഷേ നമ്മളുടെ എക്സാം റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, അതിൽ കൂടുതലും അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അല്ല നമുക്ക് വരാറുള്ളത്. ചെറിയ പോസ്റ്റേഴ്സോ ചെറിയ എക്സർസൈസസോ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എക്സാമിന് കൂടുതൽ വരാറുള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ടും പിന്നെ പേജ് മേക്കർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെറിയ എക്സർസൈസുകൾ എങ്ങനെ ചെയ്യാം എന്നുള്ളതുമാണ് നമ്മൾ ഇനി അടുത്ത വീഡിയോയിൽ പറയുക. ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.